നമ്മൾ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. आपण देवाच्या वचनाकडे येऊया. മത്തായിയുടെ സുവിശേഷം मत्ताईचे शुभवर्तमान 6-ാം അധ്യായം 6वा अध्याय അതിന്റെ 26-ാമത്തെ വാക്യവും 26वा वचन അതിന്റെ 31ാമത്തെ വാക്യവും സമയമില്ലാത്തത് കൊണ്ട് എല്ലാം വായിക്കാത്തത്. आणि वेळ कमी असल्या कारणामुळे 26वा वचन आणि 31वा वचन आपण वाचूया. हा, आकाशातील पाखराकडे निरखून पहा. ती पेरणी करत नाहीत, कापणी करत नाहीत की कोठारात साठवत नाहीत, तरी तुमचा स्वर्गीय पिता त्यांना खाण्यास देतो. तुम्ही त्याच्यापेक्षा श्रेष्ठ आहात की नाही? 26ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു. 26वा वचन आपण वाचलं. മലയാളത്തിലും കൂടെ മലയാളमध्ये वाचा. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ഇതിനകത്ത് ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെ അറിയാത്ത ആരുമില്ല ഇതിനകത്ത്. या ठिकाणी आकाशातून उडणाऱ्या पाखरांविषयी माहिती नसलेला कोणी नाहीये. പറവകളെ അറിയാവുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിയേ. पाखरांविषयी माहिती असणारे लोक हात उंच करा. പറവകളെ അറിയാവുന്നവർ കരങ്ങൾ ഉയർത്തിയേ. पाखर पक्षीविषयी माहिती असणारे लोक हात उंच करा. അവിടെ ബൈബിൾ പറയുന്നു, पवित्र शास्त्र सांगते പറവകളെ നിങ്ങൾ നോക്കണം. त्या पाखराकडे तुम्ही पहा. പറവകൾ വിതയ്ക്കുന്നില്ല, पाखर पेरणी करत नाही, പറവകൾ കൊയ്യുന്നില്ല, पाखर कापणी करत नाही, പറവകൾ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. कोठारामध्ये साठवत नाही. വാക്യം വായിച്ചേ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവിടെ ആ വേർഡിനെ നിങ്ങൾ ബൈബിൾ ഉള്ളവർ വരയിടണം. तुमच्या हातामध्ये ज्याच्याकडे बायबल आहे तुम्ही तिथे रेष मारा. അവയെ പോറ്റി പുലർത്തുന്ന സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ്. त्या पाखरांना खाऊ घालणारा तुमचा स्वर्गीय पिता. ഒന്ന് കരമുയർത്തിയിട്ട് പറയാവോ, എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട്. तुम्ही हात उंच करून म्हणू शकता का, मला एक स्वर्गीय बाप आहे. ഓ, എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട്. मला एक स्वर्गीय बाप आहे. माझा एक स्वर्गीय बाप्पा आहे. मला एक स्वर्गीय बाप आहे. ഓ, എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട്. मला एक स्वर्गीय पिता आहे. വായിച്ചേ ആ വാക്യം ഒന്ന് വായിച്ചേ ബ്രദർ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. आकाशातील पाखराकडे निरखून पहा. ती पेरणी करत नाहीत, कापणी करत नाहीत की कोठारात साठवत नाहीत, तरी तुमचा स्वर्गीय पिता त्यांना खाण्यास देतो. तुम्ही त्याच्यापेक्षा श्रेष्ठ आहात की नाही? അവിടെ എഴുതിയിരിക്കുന്നത് പറവയുടെ ദൈവം എന്നല്ല എഴുതിയിരിക്കുന്നത്. आणि तिथे पाखराचा देव असा लिहिलेला नाहीये. നിങ്ങളുടെയും എന്റെയും ദൈവം അതിനെ പോറ്റി പുലർത്തുന്നു. तुमचा आणि माझा पिता त्याला खाऊ घालतो. ഇന്ന് വരെയും ഒരു പറവ പോലും ആഹാരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്തിട്ടില്ല. आजपर्यंत एक देखील पाखर खायला मिळाले नाही म्हणून आत्महत्या केलेल्या नाही. ഇന്ന് വരെയും ഒരു പറവെ ഞാൻ കണ്ടിട്ടില്ല ഹല്ലേലൂയ ആഹാരമില്ലല്ലോ എന്ന് പറഞ്ഞ് മരിക്കാമെന്ന് തീരുമാനമെടുക്കുന്നത്. आणि आजपर्यंत मी पाहिलेलं नाही की खायला मिळाले नाही म्हणून एक पाखर आत्महत्या करण्याचा निर्णय घेतला. പക്ഷെ നമ്മൾ തീരുമാനമെടുക്കും. पण आम्ही निर्णय घेतात. അയ്യോ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് മരിച്ചേക്കാമെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. आता काही मार्ग नाही, आता मग आत्महत्या करूया असं म्हणणारे लोक आहे आम्ही. ഈ രാത്രിയിൽ നിങ്ങൾ സന്തോഷ വർത്തമാനം കേൾക്കണം. आज रात्री चांगली बातमी तुम्ही ऐका. ഈ ലോകത്തിൽ ആരും നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടില്ലെങ്കിലും, या जगामध्ये कोणी तुमच्यासाठी काळजी गेलेलं नाही ഈ तरी सुद्धा, ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി ആരും കരുതിയില്ലെങ്കിലും या जगामध्ये तुमच्यासाठी कोणी साठवले नाही तरी എനിക്കൊരു ഹെവൻലി ഫാദർ ഉണ്ട്. मला एक स्वर्गीय पिता आहे. എനിക്കൊരു ഹെവൻലി ഫാദർ ഉണ്ട്. मला एक स्वर्गीय पिता आहे. आणि माझा पिता आहे. എനിക്കൊരു പ്രൊവൈഡർ ഉണ്ട്. मला पुरवठा करणारा एक देव आहे. ഓ ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. आणि तो माझ्यासाठी चमत्कार करणारा देव आहे. 27ാമത്തെ വാക്യം 27वा वचन 27ാമത്തെ വാക്യം 27. चिंता करून आपल्या आयुष्याचे दोरे हातभर वाढवण्यास तुमच्यापैकी कोण समर्थ आहे? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കുവിൻ. ഹല്ലേലൂയ. അവിടെ 3 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. आणि त्या ठिकाणी 3 शब्द दिलेला आहे. എന്തു തിന്നും, काय खाणार, എന്തു കുടിക്കും, काय पिणार, എന്തുടുക്കും. काय पांघरणार. ഇങ്ങനെയുള്ള വിചാരമാണ് എന്നെയും നിങ്ങളെയും ഭരിക്കുന്നത്. अशा प्रकारचा विचार तुम्हाला मला असतो. എന്നാൽ 26ാമത്തെ വാക്യം അവസാനത്തെ വേർഡ് ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. 26वा वचनाचा शेवटचा शब्द अजून एकदा वाचा.
26ന്റെ അവസാനത്തെ 26. വേദോടെ 26व्या वचनाचा शेवटचा शब्द. तरी तुमचा स्वर्गीय पिता त्यांना खाण्यास देतो, तुम्ही त्यापेक्षा श्रेष्ठ आहात की नाही? വായിച്ചോ മലയാളം കൂടെ. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ. ഈ ബൈബിൾ പറയുന്നു പറവകളെക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ. पवित्र शास्त्र सांगते की त्या पाखरापेक्षा तुम्ही श्रेष्ठ आहात की नाही. आमेन. ചില ട്രാൻസ്ലേഷനുകൾ വിളിച്ചു പറയുന്നു काही भाषांतरामध्ये असं सांगते, നിങ്ങൾ വിശേഷതയുള്ളവരെന്ന് പറയുന്ന സെയിം വേർഡാണ് നിങ്ങൾ വിലയുള്ളവരല്ലോ. काही भाषांतरामध्ये असं सांगतो की श्रेष्ठ आहे त्याच्यापेक्षा तुम्ही मूल्यवान आहे की नाही. ഇന്ന് കൈ കൊടുത്തുകൊണ്ട് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ ഞാൻ എൻ്റെ ദൈവത്തിന് വിലയുള്ള ആളാണ്. आणि तुमच्या शेजाऱ्याला हात देऊन सांगा माझ्या देवासाठी मी मूल्यवान आहे. ഓ ഞാൻ വിലയുള്ളവനാണ്. मी मूल्यवान आहे. ഓ മൂല്യവാനാണ്. मी मूल्यवान आहे. ഓ വിലയുള്ളവനാണ്. मी मूल्यवान आहे. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. हालेलुया. ഒരു സാധനത്തിന്റെ വില ഏത് കാണിക്കുന്നത്? एका वस्तूची किंमत काय दाखवतात? ആ സാധനത്തിന്റെ മൂല്യം കാണിക്കുന്നത് त्या वस्तूची किंमत. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ചെന്നു. आणि गेल्या दिवसामध्ये मी मोबाईलच्या दुकानामध्ये गेलो ആ മൊബൈൽ ഷോപ്പിൽ 1,10,000 രൂപയുടെ വിലയുള്ള ഫോൺ വരെ ഇരിപ്പുണ്ട്. आणि त्या मोबाईलच्या दुकानामध्ये 1,10,000 रुपयाच्या किमतीचा सुद्धा मोबाईल होता. ആപ്പിളിന്റെ ഏറ്റവും പുതിയ മൊബൈലാണ്. आणि ते सगळ्यात नवीन आलेला मोबाईल होता. ഞാൻ ആ മൊബൈൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ मी त्या मोबाईल हातात घेऊन ते बघत असताना യേശു എന്നോട് പറഞ്ഞു येशू मला म्हणाला, ഇതിന് ഇത്രത്തോളം വില വരാൻ കാരണം ह्या मोबाईलला एवढा किंमत येण्याचे कारण ആ മൊബൈലിന്റെ മൂല്യമാണ് അതിന്റെ വിലയെ കാണിക്കുന്നത്. आणि त्या मोबाईलचं मूल्य ते किंमत दाखवत आहे. ഇതേപോലെ സ്വർഗം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു മൂല്യം ഇട്ടിട്ടുണ്ട്. आणि त्याच प्रकारे स्वर्ग तुमच्या माझ्यासाठी एक ആ മൂല്യം ഈ ലോകം വിലമതിക്കാത്ത ഒന്നാണ് മൂല്യമായി ഇട്ടിരിക്കുന്നത്. आणि परमेश्वराने आमच्यासाठी एक अमोल किंमत ठरवलेला आहे. ആ മൂല്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? तुम्हाला माहिती आहे का ते अमोल किंमत काय आहे? റോമാലേഖനം 8-32 വാക്യം ഇങ്ങനെയാ പറയുന്നത്. रोमकरासपत्र 8-32 वचन असं सांगते, സ്വന്തം പുത്രനെ ആദരിക്കാതെ स्वपुत्राला आदर न करता നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ आमच्या सर्वांच्यासाठी सोपून दिला. അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? त्याचबरोबर सर्व देणार नाही का? നിങ്ങളുടെ മൂല്യം എന്താണെന്നറിയാമോ? तुमचं मूल्य काय आहे माहितीये का? യേശുവിന്റെ ജീവനാണ് നിങ്ങളുടെ മൂല്യം. येशूचं जीवन तुमचं मूल्य आहे. നിങ്ങളെ വില കൊടുത്തത് എങ്ങനെയാണെന്നറിയാമോ? तुमचं मूल्य काय आहे माहितीये का? സ്വന്തം പുത്രന്റെ രക്തം മറുവിലയായി കൊടുത്തുകൊണ്ടാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. तुमच्या माझ्यासाठी स्वतःच्या पुत्राचं जीवन दिलेलं आहे, ते त्याची किंमत आहे. സ്വർഗത്തിലെ ഏറ്റവും വിലയുള്ള തന്റെ പുത്രനെ തന്നുകൊണ്ടാണ് അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. स्वर्गातलं सगळ्यात किमतीचे चीज म्हणजे प्रभू येशू ख्रिस्ताचे जीवन तुमच्या माझ्यासाठी देऊन तुम्हाला मला खरेदी केलेला आहे. 1 പത്രോസ് पहिले पेत्र 1-ാം അധ്യായം पहिला अध्याय അതിന്റെ 18-19 വാക്യങ്ങളിലേക്ക് 18 आणि 19 वचन. पहिले पेत्र पहिला अध्याय 18-19 वाचा कारण पटकन वाचा. वाडवडिलांच्या परंपरेने चालत आलेल्या तुमच्या निरर्थक वागणीपासून सोने रुपे अशा नाशवंत वस्तूंनी नव्हे तर निष्कलंक व निर्दोष कोकरा असा जो ख्रिस्त त्याच्या मूल्यवान रक्ताने तुम्ही मुक्त झाला आहात. 19-ാമത്തെ വാക്യം കൂടെ വായിച്ചായിരുന്നു. 19 वचन वाचला. तर निष्कलंक व निर्दोष कोकरा असा जो ख्रिस्त त्याच्या मूल्यवान रक्ताने तुम्ही मुक्त झाला आहात. മലയാളത്തിലൂടെ ഒന്ന് വായിക്കാമോ വേഗത്തിൽ? വൃദ്ധവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ പൊന്ന് വെള്ളി. അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് പൊന്ന് ഊരണമെന്നോ വെള്ളി ഊരണമെന്നോ അല്ല അർത്ഥം. വിലയുള്ള ഈ ലോകത്തിൽ അന്നും ഇന്നും വിലയുള്ളത് ഒന്നാണ് സ്വർണം എന്ന് പറയുന്നത്. या जगामध्ये त्या कालामध्ये आणि या कालामध्ये मूल्यवान एक वस्तू म्हणजे सोनं आहे. ഹല്ലേലൂയ. ആ പൊന്നിനേക്കാൾ വിലയുള്ള തന്റെ പുത്രന്റെ രക്തമാണ് എന്നെ വീണ്ടെടുക്കാനായി ദൈവം കൊടുത്തത്. त्या सोन्यापेक्षा किमतीच्या प्रभू येशू ख्रिस्ताचं रक्त तुमच्या माझ्यासाठी त्यांनी दिलेलं आहे. ഓ ഇന്ന് അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ ഇത്രയും വിലയുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. आणि तुमच्या शेजाऱ्याकडे बघून तुम्ही सांगा मी एवढा मूल्यवान आहे, मी माहिती ഓ नव्हता. ഹല്ലേലൂയ. നിങ്ങൾ സോ പ്രഷ്യസ് ആണ് ദൈവത്തിന്. देवासाठी तुम्ही एवढी मूल्यवान आहे. നിങ്ങൾ ദൈവത്തിന് സോ വാല്യുബിൾ ആണ്. देवासाठी तुम्ही फार मूल्यवान आहे. ഓ ഹല്ലേലൂയ. എത്ര പേർ പറയും ഞാൻ ദൈവത്തിന് വിലയുള്ളയാളാണ്? किती लोक सांगू शकता मी देवासाठी so मूल्यवान आहे. valuable. देवासाठी I am so मूल्यवान आहे. valuable. हालेलुया. ഈ
രാത്രി നിങ്ങൾ മരിക്കേണ്ടയാളല്ല. आज रात्री तुम्ही मरणारा व्यक्ती नाही. ഈ രാത്രിയിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടയാളല്ല. आज रात्री दुःख व्यक्त करणारा लोक नाही तुम्ही. കാരണം വിലയുള്ള രക്തത്താലാണ് എന്നെ അവൻ വീണ്ടെടുത്തിരിക്കുന്നത്. कारण मूल्यवान रक्ताने तो मला विकत घेतलेला आहे. ഈ രാത്രിയിൽ എന്നോട് കർത്താവ് പറഞ്ഞു, എന്റെ പുത്രന്റെ രക്തം ഈ ഹോളിനെ കവർ ചെയ്യുക തന്നെ ചെയ്യും. आज रात्री प्रभूने मला सांगितलं की माझ्या पुत्राचं रक्त या होलवर मी आच्छादन ഈ केलेलं രാത്രി आहे. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രക്തക്കോട്ടയിലാണ് തിരിച്ചു പോകുന്നത്. आणि जर तुमचा विश्वास असेल तर तुम्ही आल्यासारखं परत जाणार नाही. ഓ ഹല്ലേലൂയ, ഈ രക്തം നിങ്ങളെ ഇന്ന് രാത്രി വീണ്ടും വീണ്ടെടുക്കാൻ പോകുകയാണ്. आणि हा रक्त आज रात्री पुन्हा तुमच्या सुटका देणार आहे, सुटका करणार आहे. യേശുവിന്റെ രക്തം എവിടുന്നാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്? येशूचं रक्त आम्हाला कुठून सोडवलेलं आहे? വ്യർത്ഥമായ അനുഭവത്തിൽ നിന്ന്, आमच्या व्यर्थ अनुभवापासून, ശൂന്യമായ അനുഭവത്തിൽ നിന്ന്, आमच्या शून्यतेपासून, ഹല്ലേലൂയ, പാരമ്പര്യമായി തഴയപ്പെട്ട അനുഭവത്തിൽ നിന്ന്, आमच्या वाडवडिलांच्या पारंपरेपासून चालत आलेल्या रूढीपासून. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത് വ്യർത്ഥവും പാരമ്പര്യവുമായ. आणि तिथं असं लिहिलेलं आहे की व्यर्थ आपला वाडवडिलांच्या परंपरेपासून. എന്താണ് വ്യർത്ഥം? काय आहे व्यर्थ गोष्ट? ഇംഗ്ലീഷിൽ നോക്കിയാൽ യൂസ്ലെസ് എന്നുള്ള വേർഡാണ് ചിലയിടങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. आणि इंग्लिश भाषेमध्ये असं सांगितलं आहे की निकामी, ഉപയോഗശൂന്യമില്ലാത്ത അനുഭവം. उपयोग शून्य म्हणजे काही काम नसलेला, कुछ कामाचा. ഒരു നഷ്ടങ്ങളുടെ കണക്ക് പറയുന്ന, അടിമത്വം പറയുന്ന ഒരു പാരമ്പര്യത്തിന്റെ അനുഭവം. आणि आम्ही गुलामाच्या अवस्थेमध्ये होता. आमच्या जीवनामध्ये फक्त तोटा आणि तोटा होता. त्या अनुभवातून അടിമയെ പോലായിരുന്ന എന്നെ സ്വന്തം പുത്രന്റെ രക്തത്താൽ അവൻ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. गुलामासारखं जीवन जगत होता. त्या मला त्याने त्यांच्या स्वतःच्या पुत्राच्या रक्ताने त्याने खरेदी केलेलं आहे. ഇന്ന് രാത്രി വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടയാളാണ്. आणि आज रात्री विश्वास ठेवणारा लोक सांगा, माझ्या सुटका झालेली आहे. ഓ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടയാളാണ്. आणि माझ्या सुटका झालेली आहे. ഹല്ലേലൂയ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടയാളാണ്. माझे तारण झालेले आहे. ഹല്ലേലൂയ, കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടയാളാണ്. ख्रिस्ताला सांगा, माझे तारण झालेले आहे. ഹല്ലേലൂയ. हालेलुया. എത്ര പേർ ധൈര്യത്തോടെ പറയും ഹല്ലേലൂയ? किती लोक धैर्याने सांगू शकतो माझे നിങ്ങൾ तारण झालेले തടയപ്പെട്ട आहे. ആൾക്കാരല്ല. आणि आम्ही असं ഞാൻ सांगा लोक नाही. വീണ്ടെടുക്കപ്പെട്ടയാളാണ്. तारण झालेलं आहे. എന്തിനാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്? मला कशासाठी तारलेलं आहे? അടിമത്വത്തിൽ നിന്നാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്. गुलामगिरीपासून मला तारलेलं आहे. തടയപ്പെട്ട അനുഭവത്തിൽ നിന്നാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്. तारलेल्या अवस्थेतून मला तारलेलं आहे. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. हालेलुया. അടിമത്വം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, आणि गुलामगिरी मी प्रार्थना करत असताना प्रभूने मला सांगितलं, അടിമത്വം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? गुलामगिरी म्हणजे काय आहे तुम्हाला माहिती आहे का? അടിമത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് മീനിങ്, गुलामगिरीचा जो योग्य अर्थ काय आहे? വേറൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം. दुसरा व्यक्ती आमच्यावर ताबा चालवणे. ഹല്ലേലൂയ, മറ്റൊന്നാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം. दुसरा व्यक्ती आम्हाला चालवणे, ते अनुभव म्हणजे गुलामगिरी. അടിമകളെ നിങ്ങൾക്കറിയാം. तुम्हाला माहिती आहे गुलाम कोण आहे? അടിമകൾക്ക് എപ്പോഴും ഒരു യജമാനൻ കാണാം. आणि एक गुलामाला त्यांचे एक स्वामी असतो. ആ യജമാനനെ വിട്ടിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. त्या स्वामीला सोडून तो काही करू शकत नाही. ഇന്ന് നിങ്ങൾ രോഗത്തിലാണോ ആയിരിക്കുന്നത്? आज जर तुम्ही आजारामध्ये आहे का? ഇന്ന് നിങ്ങൾ ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണോ आज ആയിരിക്കുന്നത്? तुम्ही बंधनाच्या अवस्थेमध्ये आहेत का? ഇന്ന് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിലാണോ आज ആയിരിക്കുന്നത്? तुम्ही पुढे जाऊ शकत नाही असा अनुभवामध्ये आहे ഓ, का? ഇന്ന് രാത്രി നിങ്ങൾ സത്യം അറിയുകയാണ്. आज रात्री तुम्हाला सत्य समजत आहे. യേശുവിന്റെ രക്തം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. येशूच्या रक्त तुम्हाला खरेदी केलेली आहे. ഓ, മക്കളുടെ പദവി തന്നുകൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. आणि पुत्रत्वाचा अधिकार देऊन तुम्हाला खरेदी केलेला आहे. വിലയുള്ള രക്തത്താൽ അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. मूल्यवान रक्ताने तो तुम्हाला खरेदी केलेले आहे. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ പറ, എന്നെ വിടുവിക്കുകയാണ് ദൈവം ഈ രാത്രിയിൽ. आणि विश्वास ठेवणारे लोक सांगा, आज देव मला सोडवित आहे. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? आजच्या रात्री किती लोक विश्वास ठेवतात? ഈ രാത്രിയിൽ യേശുവിന്റെ രക്തമാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, आज रात्री प्रभू येशूचे रक्त मला खरेदी केलेले आहे. ഹല്ലേലൂയ, ഞാൻ പിന്നെ രോഗിയായിട്ട് ജീവിക്കാനല്ല ആ രക്തം എന്നെ विलയ്ക്ക് വാങ്ങിയത്. आजारी म्हणून जीवन जगण्यासाठी देवाने मला खरेदी केलेले नाहीये. യേശുവിന്റെ രക്തമാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ പിന്നെ കടത്തിൽ ജീവിക്കാനല്ല അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയത്. येशूचे रक्त मला खरेदी केलेलं असेल तर कर्जबाजारीमध्ये जगण्यासाठी त्यांनी मला खरेदी केलेले नाही. ഓ, ഈ കരങ്ങൾ ഉയർത്തിയിട്ട് അനുഗ്രഹം എന്റെ അവകാശമാണ്. देवाचा आशीर्वाद माझा हक्क आहे. അനുഗ്രഹം എന്റെ അവകാശമാണ്. आशीर्वाद माझा हक्क आहे. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പിടിച്ച് നന്ദി പറഞ്ഞേ. विश्वास ठेवणारे लोक हात उंच करून देवाला धन्यवाद द्या. धन्यवाद हालेलुया. प्रभू परमेश्वर. हालेलुया.
പത്രോസ് വിളിച്ചു പറയുന്നു, पेत्र असं म्हणत आहे, അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ്. तो आम्हाला बोलवला आहे की आशीर्वादाचा अनुभव घेण्यासाठी. ഓ, അതുകൊണ്ട് നിങ്ങൾ അതെ മറ്റുള്ളവരെ അനുഗ്രഹിപ്പീൻ. आणि म्हणून तुम्ही इतरांना आशीर्वाद द्या. ഇന്ന് രാത്രി കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനാണ്. आणि आज रात्री एकमेकांना हात देऊन सांगा, तुम्हाला पाचारण केलेलं आहे അനുഗ്രഹം അനുഭവിക്കാനാണ്. आशीर्वादाच्या अनुभवासाठी. അനുഗ്രഹം അനുഭവിക്കാനാണ്. आशीर्वादाच्या अनुभवासाठी. പകരാനല്ല, आणि तुम्ही ഓ ഉടയാനല്ല. तुमच्या नाशासाठी नव्हे, मोडण्यासाठी नव्हे. പുത്രന്റെ രക്തം തന്നത് നീ മാനിക്കപ്പെടാനാണ്. पुत्राचे रक्त तुम्हाला दिला, तुम्हाला सन्मान देण्यासाठी. ഹല്ലേലൂയ, हालेलुया, हालेलुया, हालेलुया. हालेलुया. എത്ര പേർ പറയും ഞാൻ വിലയുള്ളയാളാണ്? किती लोक म्हणू शकतो की मी मूल्यवान आहे? मी मौल्यवान आहे. സ്വർഗത്തിലെ ഏറ്റവും വിലയുള്ള രക്തത്താലാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. स्वर्गातील सगळ्यात मूल्यवान रक्ताने मला खरेदी केलेली आहे. ഞാൻ ഈ രക്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ मी जेव्हा या रक्ताविषयी बोलतो, ഹല്ലേലൂയ, വലിയ 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 ഒരു ദൈവദാസൻ, एक मोठा देवाचा सेवक, പേര് പറയുന്നതിനകത്ത് എനിക്ക് മടിയില്ല, आणि नाव सांगण्यामध्ये मला काय ഒരു वाटत नाही. കാലഘട്ടത്തിൽ ഉണർവിന്റെ മുമ്പിൽ നിന്ന് റെയ്നാഡ് ബോംഗെ, एका कालामध्ये संजीवनाचा पुढं होता रेनाड बोंगे, ശക്തനായ റെയ്നാഡ് ബോംഗെ ഒരു ഇന്റർവ്യൂവിൽ आणि एवढा महान सेवक रेनाड बोंगे एका मुलाखतीमध्ये ഒരു നിരീശ്വരവാദിയോട് പറയുകയാണ്. एक नास्तिक व्यक्तीला सांगत आहे, ആ നിരീശ്വരവാദി ഒത്തിരി ഒത്തിരി മീഡിയകളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഈ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുന്നത്? आणि मग तो नास्तिक त्या रेनाड बोंगेला विचारलं, आणि सगळ्या माध्यमातल्या लोकांच्या समोर विचारले की सदैव तुम्ही येशूचे रक्त असं का म्हणतास? ഹല്ലേലൂയ, 2000 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച ആ രക്തം ഇന്നും ജീവിക്കുന്നുണ്ടോ? आणि 2000 वर्षापूर्वी तो मेलेला तो व्यक्तीचे रक्त आज जिवंत आहे का? ഹല്ലേലൂയ. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റെയ്നാഡ് ബോംഗെ പറഞ്ഞു, आणि तो असं म्हणत असताना रेनाड बोंगे म्हणला, ഒരു ബാത്റൂമിൽ സോപ്പ് ഉണ്ട്, एका बाथरूम मध्ये साबण आहे. അത് ഏറ്റവും വില കൂടിയ സോപ്പായിരിക്കാം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത്. तुमच्या घरामध्ये असणारा साबण सगळ्यात महाग असेल, ആ സോപ്പ് ഭംഗിക്ക് അവിടെ വെച്ചിരുന്നാൽ അത് അന്നേക്കും അവിടെ ഇരിക്കും. आणि जर तुम्ही फक्त एक शोभेसाठी ते तिथं ठेवले तर सदैव तिथं बसणार. എന്നാൽ ആ സോപ്പ് എപ്പോൾ നാം യൂസ് ചെയ്യുമോ അപ്പോൾ ആ സോപ്പിന്റെ വില നമ്മൾ അറിയാൻ തുടങ്ങും. ज्या क्षणी आम्ही ते साबण वापरतो तेव्हा त्या साबणाच्या किंमत आम्हाला कळणार. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇതേപോലെയാണ് യേശുവിന്റെ രക്തം നീ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ സെക്കൻഡ് മുതൽ അതിന്റെ വില നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. देवाचा दास म्हणाले की त्याच प्रकारे ज्यावेळेला येशूचे रक्त तुम्ही वापरायला सुरुवात करतो तेव्हा त्याच्या किंमत तुला कळणार. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. इब्री पत्र 12वा अध्याय 24वा वचन. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. इब्री 12:24 असं सांगते, नव्या कराराच्या मध्यस्थ येशू आणि शिंपडण्याचे रक्त यांच्याजवळ आला आहात. त्या रक्ताचे बोलणे हबेलाच्या रक्ताच्या बोलण्यापेक्षा उत्तम आहे. ഹല്ലേലൂയ. हालेलुया. വാക്യം മലയാളത്തിലൂടെ വായിക്കുമോ? ഇബ്രു 12:24. എബ്രായ ലേഖനം 12:24. എബ്രായ ലേഖനം 12:24. ഞാൻ പറയാം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം, हाबेलाच्या रक्तापेक्षा उत्तम गोष्टी बोलणारा प्रभू येशूचे रक्त. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ രക്തം ഇന്നും നിനക്കും എനിക്കും വേണ്ടി സംസാരിക്കുന്ന രക്തമാണ്. मला ऐकणारा माझ्या प्रियानो, प्रभू येशू ख्रिस्ताचे रक्त आज सुद्धा तुमच्या माझ्यासाठी बोलणारा അത് रक्त आहे. വീണ്ടെടുപ്പിന്റെ രക്തമാണ്. आणि ते आम्हाला सुटका देणारा रक्त आहे. ഇന്ന് രോഗത്തിൽ എന്നെ കേൾക്കുന്ന, आज आजाराच्या अवस्थेमध्ये मला ऐकणारा, ഇന്ന് തകർച്ചയിൽ എന്നെ കേൾക്കുന്ന, नाशाच्या अवस्थेमध्ये मला ऐकणारा, ഇനി മുമ്പിൽ ഒരു വഴിയുമില്ലെന്ന് പറയുന്നവർ, माझ्या समोर काही मार्ग नाही असं म्हणणारे लोक, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞാലും, माझ्यासाठी कोणी बोलणार नाही असं असेल तर ഹല്ലേലൂയ, ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, आज रात्री मी बोलत आहे, നിനക്ക് വേണ്ടി ഒരു രക്തം സംസാരിക്കുന്നുണ്ട്. तुमच्यासाठी एक रक्त बोलत നിനക്ക് आहे, വേണ്ടി ഒരു രക്തം സംസാരിക്കുന്നു. तुमच्यासाठी एक रक्त बोलत आहे, നിനക്ക് വേണ്ടി ഒരു രക്തം സംസാരിക്കുന്നു. तुमच्यासाठी एक रक्त बोलत आहे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. The blood of Jesus. येशूचे रक्त, The blood of Jesus. येशूचे रक्त, The blood of Jesus. येशूचे रक्त. ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ या रात्री हा वेळ मी बोलत വീട്ടിനകത്ത് असताना നിൽക്കുന്ന അനർത്ഥങ്ങൾ മാറിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ तुमच्या കാണുകയാണ്. कुटुंबामधून अनेक अनर्थ निघून जात आहे मी पाहत आहे. തലമുറകൾ സൗഖ്യമാകുന്നത് ഞാൻ കാണുകയാണ്. अनेकांना आरोग्य मिळत आहे मी पाहतो. വലിയ വിടുതലുകളിനകത്ത് നടക്കുന്നു. फार मोठा सुटका या ठिकाणी घडत आहे. എത്ര പേർ പറയുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രക്തം? किती लोक म्हणू शकतो की माझ्यासाठी बोलणारे एक रक्त? ഓ, ആ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് सगळ्याने हात उंचा करून हालेलुया. എന്നെ വീണ്ടെടുക്കുക മാത്രമല്ല, मला फक्त तारण दिलं एवढंच नव्हे,
എനിക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. माझ्यासाठी सदैव बोलणारे एक रक्त, എനിക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. माझ्यासाठी निरंतर बोलणारे एक रक्त, എനിക്ക് വേണ്ടി ഈ രക്തം നിരന്തരം സംസാരിക്കുകയാണ്. माझ्यासाठी हे रक्त सारखं बोलत आहे. എന്താ യേശുവിന്റെ രക്തം സംസാരിക്കുന്നത്? येशूचे रक्त काय बोलतो? ഓ എന്റെ വീണ്ടെടുപ്പിന്റെ വിലയാണ് നിങ്ങൾ. माझ्या रक्ताची किंमत आहे तुम्ही. ഇനി നിങ്ങളെ രോഗത്തിന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. आता तुम्हाला कोणतेही आजार पण घेऊन जाणार नाही. ഈ തിരിച്ചറിവ് ഇന്ന് രാത്രി നിന്റെ മേളിൽ വന്നാൽ, आज तुम्ही हे गोष्टी ओळखले तर നിന്റെ വീട്ടിന്റെ അയലത്തെ മന്ത്രവാദിക്ക് നിന്റെ മേളിൽ അവസരമില്ലാതായി മാറും. तुमच्या घराच्या शेजारी राहणारा मंत्रवादी तुमच्यावर काही करू शकणार नाही. പൂജ ചെയ്യുന്നവന് നിന്റെ മേളിൽ അവസരമില്ലാതായി മാറും. तुमच्या विरुद्ध पूजा करणाऱ्यांना काही अधिकार नाही तुमच्यावर. കാരണം നിന്നെ കവർ ചെയ്യുന്ന ഒരു രക്തം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. कारण तुम्हाला आच्छादन करणारे एक रक्त इथं कार्य करत आहे. ഓ വിശ്വസിക്കുന്നവരെ കരങ്ങളൊന്ന് തട്ടി. विश्वास ठेवणारे लोक टाळी वाजून ഈ രാത്രി മന്ത്രവാദികളെ ജയിക്കാൻ പോകുന്ന രാത്രിയാണ്. आज रात्री मांत्रिक ഈ രാത്രി लोकांच्यावर जय വിഗ്രഹങ്ങളെ बोलणारा रात्री ജയിക്കാൻ आहे. പോകുന്ന രാത്രിയാണ്. मांत्रिक ഹല്ലേലൂയ. എന്റെ ഈ സൗണ്ടാണ് ഇതിനകത്ത് മൂവ് ചെയ്യുന്നത്. आणि पास्टरचा आवाज या ठिकाणी कार्य करत आहे. ഓ ഈ രാത്രിയിൽ കർത്താവിനോട് പറയാ, आज रात्री प्रभू मला बोलत आहे. ഈ ദേശത്തിലെ വിഗ്രഹങ്ങളുടെ മേളിലൂടെ ദൈവത്തിന്റെ രക്തം മൂവ് ചെയ്യുകയാണ്. या ठिकाणी असणाऱ्या सर्व पुतळ्यांवर प्रभू येशू ख्रिस्ताचे रक्त कार्य करत आहे. ഈ രാത്രിയിൽ ഏതൊക്കെ വീടുകളുടെ മേളിലേക്ക് ദൈവത്തിന്റെ രക്തം മൂവ് ചെയ്യുകയാണ്. या रात्री या शहरामध्ये प्रभूचे रक्त वाहत आहे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. आणि आता मला दिसणारा एक दृश्य मी सांगतो तुम्हाला. വീട്ടിനകത്ത് രണ്ടുപേർ, കിടക്കയിൽ കിടക്കുന്ന രണ്ടുപേർ, അവരുടെ ബന്ധുക്കളോ അവരുടെ മക്കളോ അവരുടെ ഭാര്യയോ ഭർത്താവോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. आणि घरामध्ये एका घरामध्ये झोपणारा दोन लोक आहे. त्याच्या नातेवाईक किंवा त्याच्या पती किंवा त्याच्या बायको या ठिकाणी आलेला आहे. लहान मुलाने कृपया शांत बसावे, इकडे तिकडे पळू नका. അങ്ങനെ ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തുമോ? असं असणारा लोक हात उंच करा. നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ആ വ്യക്തി, ഒരു കരം ഞാൻ കണ്ടു. एक हात मी पाहिलं. രണ്ടുപേരുണ്ട്. दोन लोक त्याच्या घरामध्ये पडून आहे, म्हणजे झोपून आहे. त्याच्या नातेवाईक किंवा त्याच्या नवरा किंवा बायको इथं आलेला आहे. त्या बहिणी पुढे यावं. ഓടി വരുമോ? तुमच्या घरामध्ये कोणतरी दोन व्यक्ती झोपून आहे. त्यांच्या कोणतरी नातेवाईक इथं आलेला आहे. असं असणारा लोक ആ രോഗിയായി കിടക്കുന്നവരുടെ ആരെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ ഓടി വന്നാട്ടെ. तुमच्या घरामध्ये आजारी आहे, त्या व्यक्तीचे नातेवाईक इथं आले तर इकडे या. ഈ രാത്രിയിൽ आज रात्री നിങ്ങളുടെ तुम्हाला അയണിച്ച സൗരി ഓടി വന്നേ. पटकन या. ആ സൗരിയോട് അതൂത് പറയുന്നേ. तुम्हाला सांगत आहे, पटकन या. കർത്താവേ, ഞാൻ ഈ മകളെ അനുഗ്രഹിക്കുന്നു. प्रभू या सिस्टरला मी आशीर्वाद करत आहे. ഈ മകൾ ഒരു വലിയ സാക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുന്നതിനായി സ്തോത്രം. आणि या बहीण एक मोठ्या साक्ष्यामध्ये जात आहे. याबद्दल धन्यवाद. കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് सर्वांनी हात उंच करा. हालेलुया. हालेलुया. ഇതിനകത്ത് ह्याच्यामध्ये ജോലിക്ക് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ ബിസിനസ്സിൽ കഴിഞ്ഞ 1.5 മാസമായി ഒരു കാര്യവും നടക്കാത്ത ചിലവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. या ठिकाणी बसलेल्यांपैकी गेला 1.5 महिना काही करू शकत नाही, नोकरीला जाऊ शकत नाही, कामाला जाऊ शकत नाही, असं असलेले काही लोक आहे. गेल्या 1.5 महिन्यापासून നിങ്ങൾ വിശ്വസിക്കുന്നു യേശുവിന്റെ രക്തമാണ് നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കാൻ പോകുന്നത്? तुमचा विश्वास आहे का येशूचे रक्त तुमच्यामध्ये कार्य करणार आहे? യേശുവിന്റെ രക്തമാണ് നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കാൻ പോകുന്നത്. येशूचे रक्त तुमच्यावर येणार आहे. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ हे मी सांगत असताना പഴയ നിയമത്തിൽ രക്തത്തിന്റെ ഒരു അടയാളം നമുക്ക് കാണാം. जुन्या करारामध्ये रक्ताचे एक खुणा आम्हाला पाहायला मिळतात. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. सॉरी 7वं वचन. ज्या घरात त्याचे मांस खायचे असेल त्या घराच्या दोन्ही दारबाह्यांना व चौकटींना काळपट्टीला त्याचे काही रक्त लावावे आणि त्यांनी त्याच रात्री त्याचे मांस विस्तवावर भाजून बेकमीर भाकरी व कडू भाजीबरोबर खावे. ഒരാട്ടിൻകുട്ടിയെ അറുത്തുകൊണ്ട് 7-ാമത്തെ വാക്യം മലയാളം. അതിന്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിലെ കട്ടളയിലും രണ്ടിന്മേലും കുറുമ്പടിയുടെ മേളിലും പുരട്ടണം. ഇന്ന്
പഴയ നിയമത്തിൽ രക്തത്തിന്റെ ഒരു അടയാളം നമ്മൾ കാണുകയാണ്. आज आम्ही जुन्या करारामध्ये रक्ताचे एक खुणा पाहत आहे. അതൊരു മൃഗത്തിന്റെ രക്തമാണ്. ते एक जानवराचा रक्त होता. ആ മൃഗത്തിന്റെ രക്തം എടുത്ത് ആരാണോ തങ്ങളുടെ വീട്ടിന്റെ പുറമെ തളിക്കുന്നത്, आणि तो जानवराचा रक्त घेऊन जे कोणी त्यांच्या घराच्या बाह्यावर लावतो, ആ പുറമെ തളിക്കുന്ന സമയത്ത് आणि तो रक्त लावत असताना ഹല്ലേലൂയ 12ാമത്തെ വാക്യം പറയുകയാണ്. 12वा वचन सांगते. 12ാമത്തെ വാക്യം, 12वा वचन. कारण या रात्री मिसर देशात फिरून त्यातील मनुष्य व पशु या सर्वांचे प्रथम जन्मलेले मी मारून टाकीन आणि मिसर देशातील सर्व देवांचे शासन करीन. मी परमेश्वर आहे. ഹല്ലേലൂയ. മലയാളം കൂടെ. 12ാമത്തെ വാക്യം. ഈ രാത്രിയിൽ ഞാൻ രക്തം തളിക്കപ്പെട്ടു. ഒത്തിരി വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ. രക്തത്താൽ തളിക്കപ്പെട്ട വീടിനെ നോക്കിയിട്ട് ദൈവം വിളിച്ചു പറയാണ്, ഈ രാത്രിയിൽ ज्याच्या घरामध्ये रक्त लावलेलं आहे त्या घराकडे पाहून परमेश्वर म्हणत आहे, आजच्या रात्री ഞാൻ മിസ്രയീം ദേശത്തു കൂടെ കടന്ന് മിസ്രൈമിയം ദേശത്തിലൂടെ ഞാൻ കടന്ന് मिसर देशातून मी जाणार. മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മുഴുവൻ ദേശത്തിലും ഒരു ന്യായവിധി വരും. संपूर्ण देशामध्ये मी न्याय आणणार आहे. അടുത്ത വാക്യം, മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഹല്ലേലൂയ. ആ ദേശത്തിൽ ഒരു വലിയ ന്യായവിധി വരികയാണ്. त्या देशामध्ये एक फार मोठा न्याय घडत आहे. ഞാൻ യഹോവയാകുന്നു. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഇവിടെ വ്യക്തമായി ഈ രാത്രി ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. വേണമെങ്കിൽ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ते वचन सुद्धा वाचा. कारण ह्या रात्री मिसर देशात फिरून त्यातील मनुष्य व पशु या सर्वांचे प्रथम जन्मलेले मी मारून टाकीन आणि मिसर देशातील सर्व देवाचे शासन करीन. मी परमेश्वर आहे. ഈ രാത്രി ഞാൻ ഇനി പറഞ്ഞു പോകുകയാണ്. मी आता सांगून जात आहे. ഇവിടെ ഒരാട്ടിൻകുട്ടിയുടെ രക്തത്താൽ या ठिकाणी एक कोकराच्या रक्ताने ആ ദേശത്തിലെ മുഴുവൻ ന്യായവിധി അല്ലെങ്കിൽ ദേശത്തിലെ മുഴുവൻ എതിരുകളിൽ നിന്നും ഹല്ലേലൂയ ആ രക്തം കൊണ്ട് ആ കുടുംബം മറയപ്പെടുകയാണ്. त्या एक कोकराच्या रक्ताच्या द्वारे त्या देशामध्ये असणारा सर्व गोष्टीवर त्याच्या लोकांना परमेश्वर न्याय देत आहे. എങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന എത്ര പേർ പറയും, ഞാൻ യേശുവിന്റെ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്? मग आज आम्ही नवीन करारामध्ये विश्वास ठेवणारा तुम्ही आणि मी किती आम्ही सांगू शकतो की प्रभू येशू ख्रिस्ताच्या रक्ताच्या खाली मी आहे. പഴയ നിയമത്തിൽ ഹല്ലേലൂയ ഒരു ആട്ടിൻകുട്ടിയുടെ രക്തത്തിൽ ഇത്രത്തോളം വിലയുണ്ടെങ്കിൽ അതേ സ്വന്തം പുത്രനായ യേശുവിന്റെ രക്തത്തിൽ എനിക്ക് എത്രയധികം പ്രൊട്ടക്ഷൻ ഉണ്ട്. जुन्या करारामध्ये कोकराच्या रक्तामध्ये एवढा सामर्थ्य असले तर नवीन करारामध्ये त्यांच्या पुत्र प्रभू येशू ख्रिस्ताच्या रक्ताच्या द्वारे मला किती सामर्थ्य आहे. ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് सर्वांनी हात उंच करा. എത്ര പേർ ഈ മിനിറ്റിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? किती लोक या वेळा प्रार्थना करण्यासाठी तयार आहे. എന്നെ കവർ ചെയ്യുന്നത് എന്റെ കഴിവല്ല, आणि मला आच्छादन केलेलं माझ्या सामर्थ्य नव्हे, എന്നെ വിടുവിക്കുന്നത് എന്റെ മിടുക്കല്ല. मला सोडवणारा माझ्या सामर्थ्याने नव्हे, എന്റെ മേളിൽ ഒരു രക്തത്തിന്റെ കവറിങ് നിൽക്കുകയാണ്. आणि माझ्या वरती एक रक्ताचे ഈ आच्छादन आहे. രാത്രിയിൽ ആ കരങ്ങളെല്ലാം ഉയർത്തി അല്പസമയം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. आणि आज आम्ही हात उंच करून तेवढा वेळ प्रार्थना करायला तयार ഈ आहोत. രാത്രിയിൽ അല്പസമയം യേശുവിന്റെ രക്തത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. आणि आज रात्री येशूच्या रक्तामध्ये तेवढा वेळ प्रार्थना करायला तुम्ही तयार ഈ असायला पाहिजे. രാത്രിയിൽ ഇതിനകത്തൊരു വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. आज रात्री या ठिकाणी एक मुक्तता घडणार आहे. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇപ്പോൾ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ഈ രാത്രിയിൽ എത്ര പേർ പറയും, ആ രക്തമാണ് എന്നെ കവർ ചെയ്യാൻ പോകുന്നത്? सर्वांनी पुढे या. सांगणार आहोत की ते रक्त मला आच्छादन केलेलं आहे. യേശുവിന്റെ രക്തമാണ് എന്നെ കവർ ചെയ്യുന്നത്. येशूच्या रक्त मला आच्छादन करत आहे. യേശുവിന്റെ രക്തമാണ് എന്നെ കവർ ചെയ്യുന്നത്. येशूच्या रक्त मला आच्छादन करत आहे. എത്ര പേർ വിശ്വസിക്കുന്നു? किती लोक विश्वास ठेवतात? ഒരാട്ടിൻകുട്ടിയുടെ രക്തത്താൽ, एक कोकराच्या रक्ताने, ഒരു മൃഗത്തിന്റെ രക്തത്താൽ एक जानवराच्या रक्ताने ആ വീട്ടിലുള്ള മരണം മാറുമെങ്കിൽ, त्या घराचं मरण निघून जात असेल ആ तर, വീട്ടിലുള്ള അനർത്ഥം മാറുമെങ്കിൽ, त्या घराच्या समस्या जात असेल तर, ആ വീട്ടിലുള്ള പ്രശ്നം മാറുമെങ്കിൽ, त्या घराच्या समस्या जात असेल तर, വിലയുള്ള യേശുവിന്റെ രക്തം നിന്നെ എത്രയധികം മറയ്ക്കാൻ തയ്യാറാകും? मूल्यवान येशू ख्रिस्ताचं रक्त तुम्हाला आणि मला किती आच्छादन करणार? ഇന്ന് വിലയുള്ള യേശുവിന്റെ
യേശുവിന്റെ രക്തം എത്രയധികം നിന്നെ മറയ്ക്കാൻ തയ്യാറാകും? आणि त्या मूल्यवान येशू ख्रिस्ताचं रक्त तुम्हाला आणि मला किती आच्छादन करणार? എത്ര പേർ ആ വാ കൊണ്ടത് വിളിച്ചു പറയും യേശുവിന്റെ രക്തം? किती लोक आपल्या मुखाने म्हणणार येशूचं रक्त? ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് मोठ्या आवाजामध्ये हात उंच करून येशूचं रक्त. പാസ്റ്റർ 1 മിനിറ്റ് ഫ്രണ്ടിലോട്ട് വന്നേ. 1 മിനിറ്റ്. എല്ലാ കരങ്ങളും ഉയരട്ടെ. सर्वांनी हात उंच करा. കരത്തിൽ പിടിച്ച പാസ്റ്റർ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് आजच्या रात्री आम्ही एकत्रित होऊन ഞങ്ങൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുന്നു, आम्ही एकत्र घोषणा करतो, യേശുവിന്റെ രക്തം ഈ ഹോളിൽ വ്യാപരിക്കുകയാണ്. येशूचं रक्त या हॉल मध्ये कार्य करत आहे. യേശുവിന്റെ രക്തം ഈ ഹോളിൽ വ്യാപരിക്കുകയാണ്. येशूचं रक्त या हॉल मध्ये कार्य करत आहे. യേശുവിന്റെ രക്തം ഈ ഹോളിൽ വ്യാപരിക്കുകയാണ്. येशूचं रक्त या हॉल मध्ये कार्य करत आहे. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും आणि तुम्ही विश्वास ठेवा अगर न ठेवा, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന അതേ പ്രശ്നങ്ങൾ മാറാൻ പോവുകയാണ്. तुमच्या जीवनातून आता समस्या निघून जाणार आहे. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന രോഗങ്ങൾ മാറാൻ പോകുകയാണ്. तुमच्या शरीरामधील आजार निघून जाणार आहे. കാരണം വീണ്ടെടുപ്പിന്റെ രക്തം നിങ്ങളെ അതേ തൊടുകയാണ്. आणि तुम्हाला त्या रक्त स्पर्श करत आहे. നിങ്ങൾക്കറിയാവുന്ന ഭാഷകളിൽ അല്പസമയം സൗണ്ടുകൾ ഉയർത്തി, आवाजामध्ये तुम्हाला माहिती असलेल्या भाषेमध्ये देवाची स्तुती करा. സൗണ്ടുകൾ ഉയർത്തി, സൗണ്ടുകൾ ഉയർത്തി, आणि मोठ्या आवाजामध्ये आवाज उंच करून സൗണ്ടുകൾ ഉയർത്തി യേശുവിന്റെ രക്തം, येशूचं रक्त मोठ्या आवाजामध्ये യേശുവിന്റെ बोला. രക്തം, येशूचं रक्त, യേശുവിന്റെ രക്തം, येशूचं रक्त, യേശുവിന്റെ രക്തം. येशूचं रक्त. വാ കൊണ്ട് പറഞ്ഞേ मुखाने बोला, मुखाने बोला. യേശുവിന്റെ രക്തം, येशूचं रक्त, യേശുവിന്റെ രക്തം, येशूचं रक्त, യേശുവിന്റെ രക്തം. येशूचं रक्त. ഇപ്പോൾ आता ഞങ്ങൾക്ക് ജയം തരികയാണ്. मला विजय देत आहे. ആ കരമെല്ലാം ഉയർത്തിപ്പിടിച്ച് सर्वांनी